നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്ര നടയുടെ മുന്നിലാണ്. നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ദേവസ്വം മാനേജരും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുമാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ ഇളയന്നൂർ പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല സമർപ്പണം നാളെ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് ദേവസ്വം മാനേജർ സംസാരിക്കും. തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ കീഴടമായിട്ടാണ് ഇളയന്നൂർ ഭഗവതി ക്ഷേത്രം നിർമ്മാണം ഉണ്ടായത്. വളരെ കാലങ്ങളായിട്ട് തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുളറയിൽ കുടിവെച്ചിരുന്ന ഭഗവതി ചൈതന്യത്തെ ക്ഷേത്രത്തിൻ്റെ ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തേക്ക് പുതിയതായി ക്ഷേത്രം പണിത് അതിൽ കുടിവെപ്പ് നടത്തുകയും അതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പണി തീർന്ന് ഞായറാഴ്ച രാവിലെ 9 മണിക്കും 10 മണിക്കുള്ള മുഹൂർത്തത്തിൽ നമ്മുടെ ദേവസ്വം കമ്മീഷണറുടെയും ക്ഷേത്രം തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ അവിടെ സമർപ്പണം നടക്കുന്നതാണ്. നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ പ്രസന്നകുമാർ അവരുടെ യാത്രയയപ്പ്, അതും നമ്മുടെ ചുറ്റമ്പല സമർപ്പണവും അതാണ് പ്രധാനപ്പെട്ടത് നാളെ നടക്കുന്നത്. തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം വെക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ദേവിക്ക് മൂലസ്ഥാനത്ത് ക്ഷേത്രം പണിയണം എന്ന് താമ്പൂല പ്രശ്നത്തിൽ തെളിയുകയും അങ്ങനെ ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് ഈ ക്ഷേത്രം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ചരിത്ര സംഭവം തന്നെയാണ്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നാമാവശേഷമായി പോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എൻ്റെയൊക്കെ ഓർമ്മയിൽ കുട്ടിക്കാലത്ത് ഒരു വെറും 2 മൺകൂന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഇപ്പം ഇത്രയും വലിയൊരു ക്ഷേത്രം ഞങ്ങൾ കെട്ടിപ്പൊക്കിയ ജനങ്ങളുടെ സഹായത്തോടെ. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം. അതിന് ഭാഗ്യമുണ്ടായി ഞങ്ങൾ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മിറ്റിക്കാർക്കും അതിനൊരു വലിയൊരു ഭാഗ്യമുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട മാനേജറുടെ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം തുടക്കം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പർ വർക്കിനും ബാക്കി ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടാകും ഞങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് നിന്നുള്ള ആളാണ് നമ്മുടെ മാനേജർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടിയാണ് ഞങ്ങളെ ഇത്രയും വിജയത്തിലേക്ക് ഇതെത്തിക്കാൻ കാരണം. ഞങ്ങൾ 2023 ജനുവരി മാസം 27-ാം തീയതിയാണ് അമ്പലത്തിൻ്റെ പണി തുടങ്ങി വെച്ചത്. ഇപ്പോൾ 2 വർഷം ഈ 4 മാസത്തിൻ്റെ ഉള്ളിൽ ഇത്രയും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മാനേജറുടെ ആത്മാർത്ഥമായ സഹകരണം അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും ഒക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ്. നാട്ടുകാരുടെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായ സഹകരണം ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഇത്രയും പെട്ടെന്ന് 2 വർഷം 4 മാസത്തിനുള്ളിൽ ഈ നിലയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ ഇനിയിപ്പോൾ അടുത്ത ഒരു മാനേജർ വരികയാണെങ്കിലും ഞങ്ങളോട് സഹകരിക്കുന്ന ഒരു ആളായിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇനിയും ബാക്കി ഇതിന്റെ പ്രവർത്തികൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇനിയും ഇതിന്റെ ബാക്കി പണികളുണ്ട്. ഇതിന്റെ ചുറ്റമ്പലം 4 പുറം മണ്ണിട്ട് തീർക്കണം, അതുപോലെ ചുറ്റും മതിൽ കെട്ടണം, ഇനി ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്, വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതിനൊക്കെയും നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള സഹായവും സഹകരണവും ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം.